അവർക്കും മറ്റൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളെല്ലാവരും നന്നായി പഠിക്കുക. എബ്രാഹം മാസ്ലോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. എബ്രാഹം മാസ്ലോ മനുഷ്യാവശ്യങ്ങളെ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഓർഡറിൽ തന്നെ പഠിക്കണം. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്, എക്സ്ട്രീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഫിസിയോളജിക്കൽ നീഡിൽ വരുന്നത് എയർ, വാട്ടർ, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ഒക്കെയാണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡിൽ വരുന്നത് ജോബ് സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, പെൻഷൻ എക്സെട്ര. സോഷ്യൽ നീഡിൽ വരുന്നത് ബിലോങ്ങിങ്നെസ്, അഫിലിയേഷൻ, ലവ്. എക്സ്ട്രീം നീഡിലോ കോമ്പറ്റീഷൻ, നോളജ്, കോമ്പീറ്റൻസ്, റെപ്യൂട്ടേഷൻ, പ്രസ്റ്റീജ്, സ്റ്റാറ്റസ്, റെക്കഗ്നീഷനൊക്കെയാണ്. പ്രസ്റ്റീജും സ്റ്റാറ്റസും ഒക്കെയാണ് എക്സ്ട്രീം നീഡിൽ പ്രധാനമായിട്ടും വരുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ സെൽഫ് ഫുൾഫിൽമെൻറ്റ്, ഡ്രീം. ഒരു ബ്രീഫായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് ഇത് നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളെങ്കിലും മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിൽ മിനിമമായിട്ട് പഠിച്ചു വയ്ക്കുക. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്, എക്സ്ട്രീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓരോ നീഡിലും എന്തൊക്കെയാണ് വരുന്നതെന്ന് പ്രത്യേകം പഠിക്കുക. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഫ്രം സബോർഡിനേറ്റ് ടു ഹിസ് സുപ്പീരിയർ. കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അപ്വേർഡ്. അതായത് താഴെത്തട്ടിലുള്ളവർ മുകളിലുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്വേർഡ് മുകളിലോട്ടാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഫ്ലോ പോകുന്നത്. ഉദാഹരണം വളരെ പ്രധാനപ്പെട്ടതാണ്. റിപ്പോർട്ട്, കംപ്ലയിൻറ്റ്, സജഷൻ, ഗ്രീവൻസ് എക്സെട്ര. റിപ്പോർട്ട്, കംപ്ലയിൻറ്റ്, സജഷൻ, ഗ്രീവൻസ് എക്സെട്ര. കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഫ്രം സബോർഡിനേറ്റ് ടു ഹിസ് സുപ്പീരിയർ ആണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ ഇത് ഓപ്പോസിറ്റ് എഴുതുക. കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഫ്രം സുപ്പീരിയർ ടു ഹിസ് സബോർഡിനേറ്റ്സ്. നോട്ടീസ്, മെമ്മോ, സർക്കുലർ, ഓർഡർ ഇവയൊക്കെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ഉദാഹരണം. ഏതൊക്കെയാണ്? നോട്ടീസ്, മെമ്മോ, സർക്കുലർ, ഓർഡർ എക്സെട്ര. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനാണ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹോൾഡിംഗ് സെയിം പൊസിഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. ഒരേ പൊസിഷനിലുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്. റോൾ ഓഫ് ഓൺടർപ്രണർഷിപ്പ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സാമ്പത്തിക പുരോഗതിയിൽ സംരംഭകൻ്റെ പങ്കെന്താണ്? പ്രൊമോട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് നാഷണൽ ഇൻകം, ഇൻക്രീസ് എക്സ്പോർട്ട് ട്രേഡ്. എന്തൊക്കെയാണ്? പ്രൊമോട്ട്സ് ക്യാപിറ്റൽ ഫോർമേഷൻ, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് നാഷണൽ ഇൻകം, ഇൻക്രീസ് എക്സ്പോർട്ട് ട്രേഡ്. നമുക്ക് 2 വീതാണെങ്കിലും പഠിക്കാം. പ്രൊമോട്ട്സ് ക്യാപിറ്റൽ ഫോർമേഷൻ, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്. മൂന്നാമത്തെ ഇൻക്രീസ് നാഷണൽ ഇൻകം. 4 ഇൻക്രീസ് എക്സ്പോർട്ട് ട്രേഡ്. ഒന്നിച്ച് പറഞ്ഞു നോക്കാം. പ്രൊമോട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് നാഷണൽ ഇൻകം, ഇൻക്രീസ് എക്സ്പോർട്ട് ട്രേഡ്. അടുത്തത് പഠിക്കുക. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, വെൽത്ത് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, വെൽത്ത് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൊമോട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് നാഷണൽ ഇൻകം, ഇൻക്രീസ് എക്സ്പോർട്ട് ട്രേഡ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, വെൽത്ത് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൊമോട്ട് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. പ്രൊമോട്ട് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. റെഡ്യൂസ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ. റെഡ്യൂസ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ. പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് ചോദിക്കാറുണ്ട്. ഐഡൻറ്റിഫൈ ദി ബിസിനസ് പ്രോബ്ലം, കളക്ട് നെസസറി ഇൻഫർമേഷൻ, ഡിഫൈൻ ദി പ്രോബ്ലം. എന്താണ്? ഐഡൻറ്റിഫൈ ദി ബിസിനസ് പ്രോബ്ലം, കളക്ട് നെസസറി ഇൻഫർമേഷൻ, ഡിഫൈൻ ദി പ്രോബ്ലം. അടുത്ത 3 പോയിൻ്റ് ഒന്നിച്ച് പഠിക്കുക. ലിസ്റ്റ് ഔട്ട് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, അനലൈസ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, സെലക്ട് അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ. പിന്നെ ഇംപ്ലിമെൻറ്റേഷനും ഫോളോ അപ്പുമാണ്. ഒരു പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചിന്തിച്ചാൽ മതി. ആദ്യം പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുന്നു, ഐഡൻറ്റിഫൈ ദി ബിസിനസ് പ്രോബ്ലം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു, കളക്ട് നെസസറി ഇൻഫർമേഷൻ. പിന്നെ ഡിഫൈൻ ദി പ്രോബ്ലം, എന്താണ് പ്രോബ്ലം എന്ന് നിർവചിക്കുന്നു. ലിസ്റ്റ് ഔട്ട് ഓൾട്ടർനേറ്റീവ്, എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണെന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം അത് വിലയിരുത്തുന്നു, അതിലേറ്റവും നല്ലത് സെലക്ട് ചെയ്യുന്നു. പിന്നെ ഇംപ്ലിമെൻറ്റും നടത്തുന്നു, അതായത് അത് നടപ്പിലാക്കുന്നു, അത് വിലയിരുത്തുന്നു. ഇതാണ് പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ്. ഐഡൻറ്റിഫൈ ദി ബിസിനസ് പ്രോബ്ലം, കളക്ട് നെസസറി ഇൻഫർമേഷൻ, ഡിഫൈൻ ദി പ്രോബ്ലം, ലിസ്റ്റ് ഔട്ട് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, അനലൈസ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, സെലക്ട് ദി ബെസ്റ്റ് സൊല്യൂഷൻ.
പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഫോളോ ആവും. ഫീച്ചേഴ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ സാധ്യതാ പഠനമാണ്. സാധ്യതാ പഠനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈലി സിസ്റ്റമാറ്റിക്, കോസ്റ്റ് ഇഫക്റ്റീവ്, വാല്യൂ അഡീഷൻ. ഹൈലി സിസ്റ്റമാറ്റിക്, കോസ്റ്റ് ഇഫക്റ്റീവ്, വാല്യൂ അഡീഷൻ. ഹൈലി സിസ്റ്റമാറ്റിക്, കോസ്റ്റ് ഇഫക്റ്റീവ്, വാല്യൂ അഡീഷൻ. ഓർഗനൈസ്ഡ്, ഫ്ലെക്സിബിൾ, ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ്. ഓർഗനൈസ്ഡ്, ഫ്ലെക്സിബിൾ, ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ്. ഓർഗനൈസ്ഡ്, ഫ്ലെക്സിബിൾ, ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ്. ഫീച്ചേഴ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി പഠിക്കാം. ഹൈലി സിസ്റ്റമാറ്റിക്, കോസ്റ്റ് ഇഫക്റ്റീവ്, വാല്യൂ അഡീഷൻ. ഹൈലി സിസ്റ്റമാറ്റിക്, കോസ്റ്റ് ഇഫക്റ്റീവ്, വാല്യൂ അഡീഷൻ. ഓർഗനൈസ്ഡ്, ഫ്ലെക്സിബിൾ, ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ്. ഓർഗനൈസ്ഡ്, ഫ്ലെക്സിബിൾ, ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ്.